വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന്റെ പ്രധാന ഡോറാണ്. ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷോ പ്രകാരം വീട് പണി തുടങ്ങിയ അന്ന് മുതൽ വീടിന്റെ ഓരോ ദിക്കിലും 2 നമ്പറുകൾ അല്ലെങ്കിൽ ഒരു എനർജി ഫോം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ചില കണക്കുകൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഓരോ ദിക്കിലും വരുന്ന എനർജി അടിസ്ഥാനപ്പെടുത്തിയാണ് ആ വീടിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ ഇപ്പൊ വാസ്തു അല്ല, ഞാൻ പൂർണ്ണമായും ഫെങ്ഷുയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ വീടിന്റെ ഡോറ് ഏത് സ്ഥലത്തിരിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് എനർജിയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അതായത് ദോഷം വരുന്ന ചില എനർജികളെ പറ്റി ഇന്ന് ഷെയർ ചെയ്യാം. ഇത് ഒരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ ആണ്. അതായത് പറഞ്ഞാൽ ഒരു വീടിന്റെ കണക്ക് ഉപയോഗിച്ച് ഓരോ ദിക്കിലും വന്നിരിക്കുന്ന എനർജിയെ ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പൊ അത് ഈ 8 ദിക്കിൽ അത് ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ പറയുന്ന 2-5 കോമ്പിനേഷനിലാണ് നിങ്ങളുടെ പ്രധാന ഡോർ വന്നിരിക്കുന്നത് എങ്കിൽ ഇത് ടോട്ടൽ ലോസ് ആണ്. ഓരോ ദിക്കിലും വരുന്ന എനർജി ഉപയോഗിച്ചിട്ട് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ വീടിന്റെ ഈ ഒരു ഏരിയയിൽ ഒരു ഡോർ വന്നു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ ലോസ് ആണ്. ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ദോഷം കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു ഭാഗത്താണ് നിങ്ങളുടെ പ്രധാന ഡോർ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം കേസും വഴക്കും 24 മണിക്കൂറും കലഹങ്ങളുമായിരിക്കും. കേസ്, കലഹം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അതേസമയം ഈ വീടിന്റെ ഈ ഒരു ഭാഗത്താണ് നിങ്ങളുടെ പ്രധാന ബന്ധത്തിൽ നിൽക്കുന്നതെങ്കിൽ വലിയ എമൗണ്ടുകൾ നിങ്ങളെ മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ട് പോകാനും നിങ്ങൾ വലിയ കടബാധ്യതയിലേക്ക് പോകാനും ഈ സ്ഥലത്തെ ഡോറ് കാരണമാകും. ഇവിടെയാണോ നിങ്ങളുടെ ഡോറ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിലോ ഈ ഡോറ് നിങ്ങളെ വലിയ സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം 4 സ്ഥലങ്ങളിലെ ഡോറ് ഏറ്റവും മോശകരമായിട്ട് വന്നിട്ടുണ്ട്. ഒരിക്കലും ഇത് ദിക്കിനെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഓരോ സ്ഥലത്തും വന്നിരിക്കുന്ന എനർജിയെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ എനർജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അത് ഓരോ വീടിന്റെയും ഫ്ലൈങ് സ്റ്റാർ കണക്കുണ്ട്. അതാത് വീടുകളിൽ ചെന്ന് അതിന്റെ കണക്കെടുത്തതിന് ശേഷം മാത്രമാണ് അതിന്റെ ഓരോ സ്ഥലത്തും എനർജി എന്താണെന്നും അത് എന്ത് തരത്തിലുള്ള എനർജിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും അത് വ്യക്തികളെ എങ്ങനെ ബാധിക്കുന്നതെന്നും കണ്ടുപിടിക്കാൻ. അപ്പോൾ അടുത്തൊരു ചോദ്യമുണ്ട്, ഇത്തരത്തിലൊരു ദോഷം വന്നു കഴിഞ്ഞാൽ പൊളിച്ചു മാറ്റലുകൾ കൂടാതെ നമുക്കതിന് പരിഹാരം ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ഉറപ്പായിട്ടും നമുക്കതിന് പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ വീട് വെക്കുന്നതിന് മുമ്പാണെങ്കിലോ അപ്പോഴും നമുക്ക് ഈ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാത് പ്രോസ്പെരിറ്റി ഉള്ള സ്ഥലങ്ങളിലേക്ക് ഈ പറയപ്പെടുന്ന ഡോറുകൾ മാറ്റി വെച്ചാൽ മതിയാവും. ഉദാഹരണത്തിന് വടക്ക് ദർശനമുള്ളൊരു വീടാണെങ്കിൽ ഈ ഡോർ ഇവിടെ കൊണ്ടുവച്ചാൽ പ്രശ്നം തീർന്നു. ഒരുപാട് പ്രോസ്പെരിറ്റി ഉള്ള സ്ഥലമാണത്. കിഴക്ക് ദർശനമുള്ളൊരു വീടാണെങ്കിൽ ആ ഡോർ ഇവിടെ കൊണ്ടുവച്ചാൽ തീർന്നു. ഇത് വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കനുസരിച്ചിട്ടാണ് പറയുന്നത്. എല്ലാ വീടിനും ഇത് വെക്കണമെന്ന് ഇതില്ല. അതേസമയം ഇത് പടിഞ്ഞാറ് ദർശനമുള്ള ഒരു വീടാണെങ്കിൽ ഇവിടെ കൊണ്ടുവച്ചാലും ആ ദോഷം മാറും. അപ്പൊ ആ രീതിയിൽ 4 സ്ഥലങ്ങളിലേക്ക് ഇതിനെ ഡോർ മാറ്റുമ്പോൾ ദോഷവും മാറും. ഈ 4 സ്ഥലങ്ങളും ഈ പ്ലാനിനനുസരിച്ചിട്ട് സെൻട്രൽ ഭാഗങ്ങളിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്ലാൻ കണ്ടുകൊണ്ട് വീടിന്റെ സെൻട്രൽ ഭാഗത്ത് ഡോർ വെച്ച് കഴിഞ്ഞാൽ ദോഷം മാറും എന്ന് കരുതി ഡോർ വെക്കരുത്. കാരണം ഇത് ഇതിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കനുസരിച്ചിട്ട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോകാം. നമുക്കെല്ലാം മണിയാണല്ലോ പ്രധാനം. അപ്പോൾ നമ്മളിലേക്ക് സമ്പത്ത് വരാനായിട്ട് ഇത്തരത്തിലുള്ളൊരു മണി ഫ്രോഗിനെ വാങ്ങിക്കുക. പ്രധാന ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് നോക്കി വെക്കുക. മണി ഫ്രോഗിന്റെ ചുണ്ടിൽ ഒരു ചൈനീസ് കോയിനും കൂടി വെച്ചെടുക്കുക. ഈ രീതിയിൽ വെച്ചു കൊടുക്കുക. അടുത്തത് നമുക്ക് സൗത്ത് ഈസ്റ്റ് കോർണർ ഫെങ്ഷു പ്രകാരം വെൽത്തിന്റെ ഡയറക്ഷൻ ആണ്. ഇവിടെ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഒരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്ചു വെക്കാം. ഇവിടെ നമുക്ക് വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ഡ്രാഗന്റെ ഹെഡും ടോർട്ടോയ്സിന്റെ ബോഡിയും അതിന്റെ മുകളിലിരിക്കുന്ന ലാഫിൻ ബുദ്ധയുടെ സ്റ്റാച്ചു വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം. അതുപോലെ തന്നെ ഒരു ബൗളിനകത്ത് ഇത്തരത്തിലുള്ള കുബേര കോയിൻസ്, അതുപോലെ തന്നെ ചൈനീസ് കോയിൻസ്, സിറ്റിന്റെ സ്റ്റോൺസ്, ഇൻഗോട്ട്, ഗോമതി ചക്രങ്ങൾ എന്നിവ വെച്ച് അവിടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ഒത്തിരി സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.